ഇന്ത്യയിൽ ക്യാഷ് കൊടുക്കുന്നതിനൊരു കണക്കുണ്ട്. ഇത്ര രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. 20,000 രൂപയ്ക്ക് മേലുണ്ടെങ്കിൽ അത് രേഖാമൂലമായിരിക്കും. നോക്കുക, 15 ലക്ഷം 20 ലക്ഷം വാങ്ങിയെന്ന് വാങ്ങിയവർ സമ്മതിക്കുന്നു, കൊടുത്തവർ സമ്മതിക്കുന്നു. എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? അതേസമയം നിയമാനുസൃതമായിട്ടുള്ള ഒരു ബിസിനസിന്റെ ഭാഗമായി നികുതി അടച്ചു വാങ്ങിയെന്ന് ആ മഹിള, ആ വനിത ചെറുപ്പക്കാരി പറഞ്ഞു. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത്? അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. 2019 മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കട്ടെ. അതായത് സഖാവ് പിണറായി വിജയനെ പോലുള്ള വളരെയധികം ബഹുമാനം ആർജിക്കുന്ന ഒരു വ്യക്തിയെ കളങ്കപ്പെടുത്തി അപമാനിച്ച് ടാർഗറ്റ് ചെയ്ത് ഇതുപോലുള്ള മാധ്യമങ്ങൾക്ക് ഇന്നലെ തന്നെ ചോർത്തിക്കൊടുത്ത് കുറ്റപത്രം ആരുടെ കൈ കിട്ടാൻ അർഹതയുള്ളത്? കുറ്റപത്രം ഇങ്ങനെ മാധ്യമങ്ങളുടെ കൈ കിട്ടി. കുറ്റപത്രം കിട്ടാൻ അർഹതയുള്ളവരാരാണ്? അതായത് വാദി, പ്രതി, ഇവരൊക്കെയല്ലേ, കംപ്ലൈനൻ്റൊക്കെ അല്ലേ? എങ്ങനെ കുറ്റപത്രം ചോർന്നു? എങ്ങനെ ഇന്നത്തെ റെയ്ഡിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പറഞ്ഞു കിട്ടി? എല്ലാ തരത്തിലുള്ള നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ടുള്ളതാണ് നടക്കുന്നത്. ഏത് അന്വേഷണവും ഇവിടെ ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നു. കേരളത്തിലെ മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ് CPM. ED റെയ്ഡ് തടയണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? നടക്കട്ടെ. എന്ത് ചോദ്യങ്ങളും അവർ ചോദിക്കട്ടെ, എന്ത് കടലാസുകളും അവർ വാങ്ങട്ടെ, അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കട്ടെ. അതിനൊന്നും ഞങ്ങൾ തടസ്സമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് രാജ്യത്ത് ED കേസുകളിൽ 1% പോലും കൺവിക്ഷൻ ഇല്ല. 1% പോലും.